നമസ്കാരം. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന മെഗാ പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു വമ്പൻ ഓഫർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതി വരെ ടോക്കൺ എടുക്കുന്നവർക്ക് 500 രൂപയ്ക്ക് ടോക്കൺ എടുത്താൽ 2 പകരം 5 ടോക്കൺ. അതെ, 1000 രൂപയ്ക്കാണെങ്കിൽ 5 പകരം 10 ടോക്കൺസ്. 1500 രൂപയ്ക്കാണെങ്കിൽ 7 പകരം നിങ്ങൾക്ക് ലഭിക്കുന്നത് 15 ടോക്കൺസ്. അതുപോലെ 5000 രൂപയ്ക്കാണെങ്കിൽ 25 പകരം 50 ടോക്കൺസും 10000 രൂപയ്ക്കാണെങ്കിൽ 50 പകരം 100 ടോക്കൺസുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 5000-10000 രൂപയ്ക്ക് ടോക്കൺസ് എടുക്കുന്നവർക്ക് ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അത് ഞാൻ പറയാം, അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 5000-10000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന നിങ്ങൾക്ക് മനോഹരം എന്ന് പറഞ്ഞ കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങളാണ് ഞങ്ങൾ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സമ്മാന പദ്ധതിയിൽ ഈ മാസം നടക്കുന്ന ഞറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി 2 പേർക്ക് 3 സെന്റും അതോടൊപ്പം തന്നെ 2ാം സമ്മാനമായിട്ട് 3 പേർക്കും 3 മൊബൈൽ ഫോണുകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും സമ്മാനങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട. 9 വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് ഞങ്ങൾ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ 1ാം സമ്മാനമായി 10 പേർക്ക് എത്തിക്കുന്നത്. അതുപോലെ 2ാം സമ്മാനമായി 13 പേർക്ക് അതിമനോഹരമായ പ്ലോട്ടുകളാണ് ലഭിക്കുന്നത്. 3ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന മഹേന്ദ്ര താർ കാറാണ്. 4ാം സമ്മാനമായി ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ നമ്മുടെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ, അതും 3 പേർക്ക്. അടുത്ത 4ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് 25 പേർക്ക് ഗോൾഡ് കോയിനാണ്. 5ാം സമ്മാനമായിട്ട് 100 പേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയ്ക്ക് ഇനി വെറും 4 ദിവസം മാത്രം ടോക്കൺ എടുക്കുക, ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുക. അതോടൊപ്പം നിങ്ങൾ നൽകുന്ന ഓരോ ഡൊണേഷനും ഓരോ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വെച്ചോളൂ. എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന മെഗാ പദ്ധതി നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയാകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോടായി പറയുന്നത്. പ്രോഗ്രാം കിങ് ഓഫ് ഡേ അല്ലേ? അതെ. പിന്നെ ഇത് തുടങ്ങിയ ഇത് ഏ സ്ഥലം? അയ്യോ, മാറിപ്പോയി. നമ്മളിതാ കിങ് ഓഫ് ഡേ പ്രോഗ്രാം എടുക്കാൻ വന്നതാ. പെട്ടെന്ന് ആശ്രയ സമ്മാന പെരുമഴ ചെയ്ത് അതിലോട്ടങ്ങായി. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇനി വെറും 4 ദിവസം മാത്രം ആശ്രയ സമ്മാന പെരുമഴ. ഭവനരഹിതരായ 100 പേർക്ക് കൈത്താങ്ങാകുന്ന ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ആളുകളെല്ലാം ഒരേ മനസ്സിലോടെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കിങ് ഓഫ് ഡേ അല്ലേ? അതെ, അതേപോലെയാണ് നമ്മുടെ ആശ്രയ സമ്മാന പരിപാടി. എന്തായാലും VMTV ന്യൂസ് ചാനലും നിങ്ങളോടൊപ്പം എന്നും ഒരു കൈത്താങ്ങായി എത്തും. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? പിണറായി വിജയൻ. ഇപ്പൊ മനസ്സിലായില്ലേ പ്രേക്ഷകരെ ആർക്കാണ് ബുദ്ധി ഇല്ലാത്തതെന്ന്? ഇനി ഞാൻ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. 10 വർഷം കൊണ്ട് നമ്മുടെ ഇരട്ട ചങ്കൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയനെയാണ്. കിങ് ഓഫ് ഡേയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കിങ് ഓഫ് ഡേയില് എന്നത്തെയും പോലെ 10 ക്വസ്റ്റ്യൻസുമാണ് എത്തിയിരിക്കുന്നത്. 5 GK ക്വസ്റ്റ്യൻസും അറിവ് നേടാനും 5 കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുവാനും ചിരിക്കുവാനും. മാന്യ പ്രേക്ഷകരെ കുഴയ്ക്കുന്നതാണോ? കുഴയ്ക്കുന്നതല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമാണ്, പക്ഷെ ഉത്തരങ്ങൾ ചിലപ്പോ ഇച്ചിരി കുഴയും. സൂപ്പറാണ്, അടിപൊളിയാണ്. ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ. അപ്പൊ പറയുന്ന ആളല്ലോ, എനിക്ക് ഓൾറെഡി ബുദ്ധിയുണ്ടല്ലോ, പിന്നെന്തേ? അപ്പൊ നമുക്ക് അതൊന്നും സംസാരിക്കണ്ട, നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. പ്രേക്ഷകർക്ക് അടിപൊളി ചോദ്യങ്ങളായിരിക്കും നൽകുന്നത് അല്ലേ? ഉറപ്പ് കൊടുക്കാമല്ലോ? ഉറപ്പ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 10 ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ ഇടുന്നവരിൽ നിന്ന് ഒരാളെ ഇന്നത്തെ കിങ് ആയിട്ട് സെലക്ട് ചെയ്യും. അവർക്ക് ബാലരാമപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങളാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഒരു വനിതയാണത്, ഒരു വനിത. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു. അയ്യങ്കാളിനെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് പറഞ്ഞത് ആര്? ഇന്ദിരാഗാന്ധിയാണോ? ആൻസർ ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, വാ അടച്ചു വെക്കണമെന്ന്. എന്തായാലും പ്രേക്ഷകര്, എന്തായാലും ഞാൻ ആദ്യത്തെ ഒരു ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു തന്നതാണ്. വാക്കാട് ബുദ്ധിയൊന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഭയങ്കര കണ്ടല്ലോ.
ഒരു പൊട്ടൻ മാവില് കല്ലെറിഞ്ഞ് മാങ്ങ വീഴത്തില്ലേ, അതുപോലെ സംഭവിച്ചത്. എന്നാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. പ്രേക്ഷകർ എന്തായാലും 9 ക്വസ്റ്റിന്റെ ആൻസർ തന്നാൽ മതി. ഞെട്ടിൽ കൊണ്ടാലേ വീഴുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ചില പൊട്ടന്മാർ അറിയുമ്പോൾ നമുക്കറിയാലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുപ്പിലിട്ടാൽ പൊട്ടും, പക്ഷെ വെള്ളത്തിലിട്ടാൽ മിണ്ടില്ല. എന്താണ്? അടുപ്പിലിട്ട് പൊട്ടും, വെള്ളത്തിലിട്ടാ മിണ്ടത്തേയില്ല. അത് കുഴക്കുന്ന ചോദ്യമായി പോയല്ലേ. അടുപ്പിലിട്ട പൊട്ടും, വെള്ളത്തിലിട്ട ഒന്നും മിണ്ടത്തില്ല, അതുപോലെ തന്നെ കിടക്കും. എന്താണ് സാധനം? ചലിക്കുന്ന ജീവനുള്ളതാണോ? ജീവനുള്ളതല്ല, നമ്മൾ എല്ലാ കറികളിലും വാരി ഇടുന്ന സാധനം. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ശകല ഇതിടും. എനിക്ക് മനസ്സിലായി. വേണ്ട. എന്തായാലും മാന്യ പ്രേക്ഷകരായി നിങ്ങളാണ് ഉത്തരം പറയുവാനുള്ളത്. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്തൊരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു GK ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? ആക്കറിഞ്ഞൂടെ? അറിയാം, അതെനിക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്നാലും ദിവസം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മനസ്സിലായി. ഇപ്പൊ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല ആരാണ് മാവിൽ മാങ്ങ എറിഞ്ഞാൽ. നിങ്ങൾ തന്നെ പറയൂ. അത് ഞാൻ പറഞ്ഞ ആൻസർ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അറിയാമെന്ന്. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെ? ആക്കറിഞ്ഞൂടെ? ആരാണ്? ആരാണ്? പിണറായി വിജയൻ. ഇപ്പൊ മനസ്സിലായില്ലേ പ്രേക്ഷകരെ ആർക്കാണ് ബുദ്ധി ഇല്ലാത്തതെന്ന്? ഞാൻ കൂടുതലൊന്നും പറയണ്ട. എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. 10 വർഷം കൊണ്ട് നമ്മുടെ ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയനെയാണ്. അത് ഇരട്ടച്ചങ്കൻ, അത് ഇരട്ടച്ചങ്കൻ. ഇത് കേരളത്തിലെ സിംഹം. കേരള സിംഹം. മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഇച്ചിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അമ്മയ്ക്കുണ്ടല്ലോ വാലില്ല, വേണ്ട, തലയില്ല, ഇല്ല, പക്ഷെ വായ ഉണ്ട്. വായ. ഓക്കെ. മക്കൾക്കുണ്ടല്ലോ വാലുണ്ട്, തലയുണ്ട്, പക്ഷെ വായില്ല. അതല്ല ഞാൻ പറഞ്ഞത്, കുഴപ്പിക്കുന്ന ചോദ്യം. ഉത്തരവുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, ഉത്തരവുണ്ട്. ഓക്കെ. എന്റെ ക്ലൂ ഞാൻ തരാം, അല്ലെങ്കിൽ അറിയാൻ പറ്റൂല. ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. കുമിഞ്ചാനല്ല, അത് കത്തിക്കുന്ന സാധനം. ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം അല്ല. ചൂട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം അല്ല. ഞാൻ നേരത്തെ ആദ്യം ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞ ആൻസർ ഒന്നും പറയരുതെന്ന്. എന്തായാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രേക്ഷകർക്ക് ഉത്തരവും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനിയിപ്പം പ്രേക്ഷകർക്ക് എളുപ്പമായാലും 8 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞാൽ കുറെ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓക്കെ, INC ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരെന്ന്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ. ഇന്ദിരാഗാന്ധി ഒന്നും അല്ല. ആയിലാണ് തുടങ്ങണത്. ആയില് തുടങ്ങും, ഇന്ത്യയിൽ അവസാനിക്കും. അറിഞ്ഞൂടാ, അറിയത്തില്ല. എന്തായാലും മാന്യ പ്രേക്ഷകരെ ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആകാശത്ത് തേരോടുന്നു. തേര് ഇതൊരു ഉപമയാണ്. തേരാളി ഭൂമിയിൽ നിൽക്കുന്നു. എന്താണ് സാധനം? ആകാശത്ത് തേരോടുന്നു, ഭൂമിയിൽ തേരാളി നിൽക്കുന്നു. ഈ തേരാളി എന്ന് പറയുന്നത് നമ്മളാണെന്ന് ഉദ്ദേശിച്ചു. ഓക്കെ. ഈ കടൽപ്പുറത്തൊക്കെ ചില കുട്ടികൾ ഇത് വെച്ച് ഇങ്ങനെ കളിക്കാറുണ്ട്. ഈർക്കിലൊക്കെ വെച്ചുണ്ടാക്കുന്ന സാധനം, ഈർക്കിലൊക്കെ വെച്ചുണ്ടായി. ഞാൻ വിചാരിച്ചിപ്പോ പറയുമായിരിക്കും. വൃത്തിയില്ല, പറഞ്ഞിട്ട് കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഈ മാങ്ങറിയണ കയറി പിടിച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നഗരം എവിടെയാണ്? എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിൽ? എന്തായാലും ഈ മാവ് ഇത് മാവിൽ കൊള്ളൂല. ഞാൻ പറയുന്നില്ല, മാന്യ പ്രേക്ഷകർ പറയട്ടെ. എല്ലാം ഞാൻ തന്നെ ഉത്തരം പറഞ്ഞാൽ ഇതിനൊരു ഇതില്ലല്ലോ. മാന്യ പ്രേക്ഷകർക്കുള്ളതാണ്. പറയൂല, ഞാൻ പറയൂല. ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പണ്ട് മുതലേ കേട്ട് കേൾവിയുള്ള ക്വസ്റ്റ്യൻ. എന്റെ കുഞ്ഞുനാളിലേക്ക് കേട്ടിട്ടുണ്ട്. അപ്പോ ആന കേറാമല, ആട് കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. എന്താണ്? ആന കേറാമല, ആട് കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. എന്താണ്? കുഴപ്പിക്കുന്ന ചോദ്യം. അത് തന്നെ, ആ പാട്ടിന്റെ ഇത് തന്നെ. പിന്നെ ക്വസ്റ്റ്യൻ
ഇത് നല്ല രസമുണ്ട്, നല്ലുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ആന കയറാമല, ആട് ഉത്തരവുണ്ടല്ലോ. ഉത്തരമുണ്ട്. ഇത് രാത്രി കാലങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കൂ, പ്രകൃതിയിലുള്ള സാധനമാണ്. നമ്മൾ രാത്രി കാലത്ത് ഭൂമിയിൽ നിന്നിട്ട് അങ്ങോട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ കാണാം. ചന്ദ്രനാണോ? മിണ്ടാതിരി. ആന കയറാമല, ആട് കയറാമല, 1000 കാന്താരി പൂത്തിറങ്ങി, ഇത്ര മതി. ഇനി കൂടുതൽ ക്ലൂ ഒന്നും കൊടുക്കണ്ട. എനിക്ക് മനസ്സിലായി. അപ്പൊ 10 ക്വസ്റ്റ്യൻ. പല വലുപ്പങ്ങളിൽ നിൽക്കുന്നതല്ലേ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാകുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, ആരാണ് മാങ്ങ എറിഞ്ഞ് ഏത് കണ്ടുപിടിക്കണം എന്നുള്ള മനസ്സിലായല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമ്മാന പദ്ധതിയിൽ ഭവനരഹിതരായ 100 പേരെ സഹായിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമാണ് ഈ ഒരു സമ്മാന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആശ്രയ സമ്മാനപയുടെ ഭാഗമായി ടോക്കൺ എടുത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തോടെ സമ്മാനം നേടണം എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു എളിയ പ്രോഗ്രാം മതിയാക്കല്ലോ അല്ലേ? എന്നാലും ഒന്ന് പറഞ്ഞു കൊടുക്കും ഒന്നും കൂടെ അതിന്റെ. നമ്മുടെ കിങ് ഓഫ് ഡേ, അത് ആശ്രയ സമ്മാന പെരുമഴ കിങ് ഓഫ് ഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കിങ് ഓഫ് ഡേയിൽ ഇന്ന് ഞാൻ 5 ക്വസ്റ്റ്യൻസ് GK 5 ക്വസ്റ്റ്യൻ കുസൃതി ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 10 ക്വസ്റ്റ്യന്റെ ശരി ഉത്തരം കമന്റ് വഴി അറിയിക്കുന്നവരിൽ ഒരാൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമന്റ് വഴി ആൻസർ നൽകുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ മാത്രം മതി, ബാക്കി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം. കാര്യം ഇന്നത്തെ കിങ്ങിന് നമുക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരുപാട് പേർക്ക് സമ്മാനം അടിച്ചിട്ടും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടും ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നത് പോലും ഇല്ല, ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് നിങ്ങളെങ്കിലും ഇനിയുള്ളവരെങ്കിലും ഒന്ന് കമന്റ് വഴി ഫോൺ നമ്പർ മെൻഷൻ ചെയ്യുക. നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ നേരിട്ടും അല്ലാതെ കമന്റ് വഴിയും അറിയിച്ചായിരുന്നു അവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ എളിയ പ്രോഗ്രാം മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വിട വാങ്ങുന്നു.